ഹായ് ഓൾ, ഞാൻ ഷിനാസ്. ഐലേൺ IAS ഡയറക്ടർ ഒരാളാണ്. ഒരു സിവിൽ സർവീസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മെയിൻസ് പരീക്ഷയിൽ വളരെ ക്രൂഷ്യൽ പേപ്പറാണ് GS2 എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി, അതുപോലെ സോഷ്യൽ ജസ്റ്റിസ്, ഗവർണൻസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്നിവയാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ള എഫേർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന മാർക്ക് നമുക്ക് ഈ പേപ്പറിൽ മേടിക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ എഫേർട്സ് പ്രോപ്പർ അല്ലെങ്കിൽ വളരെ മീഡിയോക്കർ ആയിട്ടുള്ള മാർക്സ് ആയിരിക്കും നമുക്ക് GS2 കിട്ടുക. GS2 എങ്ങനെയാണ് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ഇത്തവണത്തെ മെയിൻ ടെസ്റ്റ് സീരീസിൻ്റെ പാർട്ടായിട്ടുള്ള കണ്ടന്റ് ബൂട്ട് ക്യാമ്പിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി എന്നുള്ള ടോപ്പിക്ക് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ ബൂട്ട് ക്യാമ്പിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? GS2 നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികളുടെ പേപ്പേഴ്സ് പലതവണ കണ്ടിട്ടുള്ള സ്ഥിതിക്ക് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു 3 കാര്യങ്ങളുണ്ട്. നല്ല മാർക്ക് മേടിച്ച എല്ലാ കുട്ടികൾക്കും ഈ ചോദിക്കുന്ന ടോപ്പിക്കിലുള്ള സ്റ്റാറ്റിക് ഏരിയാസിലുള്ള കൺസെപ്ച്വൽ ക്ലാരിറ്റി നല്ലവണ്ണം ഉണ്ട്. രണ്ടാമതായിട്ട് അവരുടെ ആൻസേഴ്സിലെല്ലാം തന്നെ കറണ്ട് അഫയേഴ്സുമായിട്ടുള്ള ലിങ്കേജ് ഭയങ്കര കൂടുതലാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് ത്രൂ കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ കമ്മിറ്റി റിപ്പോർട്ട്സ്, ഇതൊക്കെ ഇവരുടെ ആൻസേഴ്സിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം കൺസെപ്ച്വൽ ക്ലാരിറ്റി, കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്കേജ്, എക്സാമ്പിൾസിന് റിപ്പോസിറ്ററി, ഇത് മൂന്നും നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ GS2 നമുക്ക് നല്ല ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ബൂട്ട് ക്യാമ്പിൽ ആദ്യമായി ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ബ്രീഫ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കൊരു ടോപ്പിക്കൽ അനാലിസിസിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. UPSCയിൽ GS2 സിലബസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ഏതാണ്ട് 20 to 25 കീ ഏരിയാസ് UPSC എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ കീ ഏരിയാസിൽ നമ്മൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ കീ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ്സുകൾ എന്തൊക്കെയാണ്. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസേഴ്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലവണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ മേജർ ആയിട്ടുള്ള കമ്മിറ്റി റെക്കമെൻഡേഷൻസ്. അപ്പം ഇതിലും കുട്ടികളെ കേപ്പബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ നമ്മുടെ കണ്ടന്റ് ബൂട്ട് ക്യാമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടന്റ് ബൂട്ട് ക്യാമ്പിൻ്റെ പാർട്ടായിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്, ടോപ്പിക്കൽ ലിസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവും, മേജർ ജഡ്ജ്മെൻറ്റ്സ് നോക്കുന്നുണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് മേജർ ആയിട്ടുള്ള കമ്മിറ്റി റെക്കമെൻഡേഷൻസ്, ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആയിരിക്കും നിങ്ങൾക്ക് ബൂട്ട് ക്യാമ്പിൽ നിന്ന് കിട്ടുക. സോ നമ്മുടെ ബൂട്ട് ക്യാമ്പിലേക്ക് വരിക. GS2 കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി ഏരിയാസിൽ നിന്നും മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.